വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ഉം 58-ഉം വാക്യം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഈ നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ലോക മനുഷ്യർക്ക് വിലാപം എന്ന വാക്ക് ഒരുപക്ഷെ സങ്കടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ആകത്തുകയാണെങ്കിൽ, ദൈവജനത്തിന് അവരുടെ സങ്കടങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും കരകയറുവാൻ ദൈവം കൊടുക്കുന്ന വീണ്ടെടുപ്പിന്റെ ഗാനങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അതാണ് വിലാപങ്ങളുടെ പുസ്തകം. മനുഷ്യർ അവരുടെ കഷ്ടങ്ങളെ കണ്ട് വിലപിക്കുമ്പോൾ ദൈവജനം അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് ദൈവം എപ്രകാരം അവരെ വിടുവിച്ചു എന്ന് അവർ ദൈവത്തിന്റെ സന്നിധിയിൽ പാടി സന്തോഷിക്കുന്ന പുസ്തകമാണ് വിലാപങ്ങളുടെ പുസ്തകം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ, ഒരു പ്രത്യേക ദിവസം, ആ ദിവസത്തിന് ഒരു പ്രത്യേകതയും. ആ ദിവസം ഒരു ഭയാനക ദിവസമായിരുന്നു. കാരണം എൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ട ഒരു ദിവസം, എൻ്റെ ജീവനെ കളയുവാൻ ഞാൻ തീരുമാനിച്ച ഒരു ദിവസം. കാരണം എൻ്റെ വ്യവഹാരം എന്നെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഭാരം എനിക്ക് തന്നു. എൻ്റെ ബിസിനസ്സിൽ ഞാൻ അടിക്കടി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, ജീവനെ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ ചിന്തിച്ചു. ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. കാരണം എനിക്ക് പുറത്തിറങ്ങുവാൻ സാധിക്കില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ വാക്കുപാലിക്കുവാൻ കഴിഞ്ഞില്ല, മറ്റുള്ളവരോട് നല്ലതായി സംസാരിച്ച് നല്ലൊരു അന്തരീക്ഷം വീണ്ടെടുക്കുവാൻ എനിക്ക് ത്രാണിയില്ലാതായി മാറി. നോക്കുന്നതെല്ലാം നഷ്ടം, എവിടെ നോക്കിയിരുന്നാലും പ്രയാസം, കുടുംബത്തിൽ വന്ന് നോക്കിയാൽ അവിടെ ബുദ്ധിമുട്ടുകൾ, അല്പമല്ലാത്ത കലക്കങ്ങൾ ഭവനാന്തരീക്ഷത്തെ, അവിടുത്തെ ശാന്തതയും സമാധാനവും ഇല്ലാതാക്കും. എനിക്ക് വീട്ടിൽ അല്പനേരം പോലും ഇരിക്കുവാൻ മനസ്സില്ല. എങ്ങനെയെങ്കിലും ജീവനെ കളയാം, ജീവൻ നഷ്ടപ്പെടും. ഞാൻ ജീവൻ നഷ്ടപ്പെടുത്താതിരുന്നാൽ മറ്റുള്ളവർ എന്നെ കൊല്ലും. എൻ്റെ ജീവനെ എനിക്ക് നഷ്ടമായി പോകുന്ന സമയങ്ങളെ അടുത്ത് കണ്ടുകൊണ്ട് ഒടുവിൽ ആ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെല്ലാം. സർവശക്തനായ ദൈവം കരുണയുടെ ദൈവമാണ്, മഹാദയുള്ള ദൈവമാണ്. സർവശക്തിയുള്ള ദൈവം സർവത്വം ചെയ്തു തരുവാൻ അവനാൽ കഴിയുമെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു. അവന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കരുണയുള്ള മുഖത്തേക്ക് നോക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവന്നു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, കർത്താവേ, എൻ്റെ വ്യവഹാരം എനിക്ക് ഭാരമായിരിക്കുന്നു. എൻ്റെ ബിസിനസ്, എൻ്റെ കൊടുക്കവാങ്ങലുകൾ എല്ലാം തകർച്ചയിലായിരിക്കുന്നു. എൻ്റെ ജോലി തകർന്നുപോയി. എൻ്റെ ജോലി എന്നെ അല്പമല്ലാത്ത ഭാരത്തിലേക്ക് എന്നെ നയിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുടുംബജീവിതം നാൾക്ക് നാൾ കണ്ണുനീരിന് വഴിയായി മാറ്റപ്പെട്ടിരിക്കുന്നു. കലക്കങ്ങൾ മാത്രം. ജീവിച്ചിരിക്കുവാൻ എനിക്ക് മനസ്സില്ല, ആഹാരം കഴിക്കുവാൻ എനിക്ക് രുചി തോന്നുന്നില്ല. എൻ്റെ ഉറക്കം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. സമാധാനത്തിന്റെ നാളുകളെ ഞാൻ പണ്ടെങ്കിലും സ്വപ്നം കാണുന്നത് പോലെ കാണുന്നതേ ഉള്ളൂ. അതെന്നെ വിട്ട് ഓടുവാൻ തുടങ്ങി. എൻ്റെ ഭവനത്തിൽ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ആരാധനയുടെയും സ്തോത്രത്തിന്റെയും ദിവസങ്ങൾ ഒരു കാലത്തുണ്ടായിരുന്നത് ഇപ്പോഴിതാ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീവൻ കളയുന്നതാണ് തുല്യം. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ വളരെ ചിന്താകുലമായിട്ടുള്ളതായ ഒരു കലക്കം നിറഞ്ഞ ഒരു ജീവിതത്തെ നമുക്ക് മുൻപിൽ സമർപ്പിച്ചിട്ട് താൻ ആത്മാവിൽ പാടുകയാണ്, എന്നാൽ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, എന്നോട് പറഞ്ഞു ഭയപ്പെടേണ്ട. അതിനുശേഷം ഞാൻ ഭയപ്പെടാതെ ഉറച്ചു നിന്നപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. എന്താണെന്ന് അറിയാമോ? കർത്താവേ, നീ എൻ്റെ വ്യവഹാരങ്ങൾ നടത്തി. എൻ്റെ ബിസിനസ്സുകളെല്ലാം കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ രോഗത്തിന്റെ അവസ്ഥ കർത്താവ് ഏറ്റെടുത്തു. എൻ്റെ ദാരിദ്ര്യവും എൻ്റെ ആവശ്യങ്ങളും അനേക കടങ്ങളും ദൈവം ഏറ്റെടുത്തു. വ്യവഹാരങ്ങൾ കർത്താവ് നടത്തിയപ്പോൾ, വ്യവഹാരങ്ങൾ ഒന്നൊന്നായി കർത്താവ് ഏറ്റെടുത്ത് നടത്തിയപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടിയത് ഒരു മഹാസമ്പത്തല്ല, ലോകവും അതിന്റെ മോഹങ്ങളും സകലത്തിനേക്കാളും സമ്പത്തേറിയ എൻ്റെ ജീവനെ ദൈവം എനിക്ക് വീണ്ടെടുത്ത് തന്നു. ദൈവത്തിന് സ്തോത്രം.
എൻ്റെ ജീവൻ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാവുന്നതായ സന്ദർഭങ്ങളായിരുന്നു എൻ്റെ മുൻപിൽ ഉണ്ടായിരുന്നത്. ഞാൻ അതിനെ നിന്ദിച്ചു, കൈപ്പോടെ അതിനെ എറിഞ്ഞു കളയുവാൻ തീരുമാനിച്ചു. ദൈവം എനിക്ക് സന്തോഷിക്കുവാൻ തന്നതായ ദിവസങ്ങൾ, എൻ്റെ ജീവൻ ഞാൻ കൈപ്പോടെ ഓരോ ദിവസവും ഞാൻ അതിനെ ചെലവഴിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ നിലനിൽക്കുവാൻ എനിക്ക് ആഗ്രഹം തോന്നിയില്ല. മരിച്ചു കളയുവാൻ ആഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവം അവനോട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട. അപ്പോൾ മനുഷ്യനിൽ ഇത്രമാത്രം കലക്കങ്ങൾ ഉണ്ടാക്കുന്നത് അവന്റെ ജീവനെ ഉപേക്ഷിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം അവന്റെ മുൻപിൽ കാണുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ളതായ ഭയങ്ങളാണ്. ആ ഭയമാണ് അവനെ ദിവസവും ഇല്ലാതാക്കി കളയുന്നത്. ആ ഭയമാണ് അവനെ നഷ്ടപ്പെടുത്തുന്നത്. ആ ഭയമാണ് അവന്റെ ജീവന് ഭീഷണിയായി നിൽക്കുന്നത്. ദൈവം അവനോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. അങ്ങനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഭയമില്ലാതെ നിൽക്കുമ്പോൾ, ഭയമില്ലാതെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന മനുഷ്യന് അവന്റെ വ്യവഹാരങ്ങൾ ദൈവം ഏറ്റെടുക്കുന്നു. നിന്റെ ഭാരം യഹോവയിന്മേൽ വയ്ക്കുക, നിന്റെ കടങ്ങൾ യഹോവയിന്മേൽ വയ്ക്കുക, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുക, നിന്റെ ബലഹീനതകൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുക, നിന്റെ വേദനകൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുക, നിന്റെ ആവശ്യങ്ങൾ ദൈവത്തിൽ ഫലമേൽപ്പിക്കുക. നിന്റെ ബിസിനസ്സും കൊടുക്കവാങ്ങലിലുമുള്ളതായ അപാകതകളൊക്കെയും വീഴ്ചകളൊക്കെയും തകർച്ചകളൊക്കെയും നാശങ്ങളൊക്കെയും നഷ്ടങ്ങളൊക്കെയും ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കും. നമ്മുടെ വ്യവഹാരം, നമുക്കുള്ളതായ അല്ലെങ്കിൽ വഴക്കുകൾ, മറ്റുള്ളവരോടുള്ളതായ നമ്മുടെ അല്ലെങ്കിൽ വാക്പയറ്റുകൾ, അല്ലെങ്കിൽ വാക്കുതർക്കങ്ങൾ, അല്ലെങ്കിൽ യോജിപ്പില്ലായ്മ, തർക്കങ്ങൾ, അനേക പ്രശ്നങ്ങൾ, വേദനാജനകമായ സാഹചര്യങ്ങളൊക്കെയും ദൈവം ഏറ്റെടുക്കുമ്പോൾ നമ്മളിൽ ഭയം മാറി സന്തോഷം കൊണ്ടുവരുന്നു, ധൈര്യം കൊണ്ടുവരുന്നു, നിലനിൽപ്പ് കൊണ്ടുവരുന്നു. കരുണയുള്ള ദൈവത്തെ നമ്മുടെ കണ്ണുകളാൽ കാണുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ മോശ ദൈവത്തോട് അല്ലെങ്കിൽ ജനത്തോട് പറയുകയാണ്, നീ ക്ലേശത്തിലായിരിക്കുമ്പോൾ, കഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് കരുണയുള്ള ദൈവമായിട്ട് വേണം ദൈവത്തെ നോക്കുവാൻ. കരുണയുള്ളവനായ ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല, നിന്നെ ഉപേക്ഷിക്കുകയില്ല. ദൈവത്തെ കരുണയുള്ള ദൈവമായി കാണുവാൻ ഹൃദയത്തിന് വിശാലതയുണ്ടാകും. നമ്മുടെ ഭാരങ്ങളെയും വ്യവഹാരങ്ങളെയും ദൈവം ഏറ്റെടുക്കും എന്നുള്ളതായ ഒരു വിശ്വാസം നമ്മളിൽ വരുമ്പോൾ നമ്മുടെ ഭയം മാറും. നമുക്കൊരുവനുണ്ട്, മറ്റെങ്ങും ആശ്രയമില്ല എങ്കിലും, സകലരും നമ്മെ തള്ളിക്കളഞ്ഞെങ്കിലും പുറത്തിറങ്ങുവാൻ കഴിയാത്തതായ അനേക പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അനേകരുടെ മുമ്പിൽ നാം ഒളിച്ചോടുന്നതായ അവസ്ഥയാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. ഭയമില്ലാതെ ദൈവത്തിനോട് കരുണയുള്ളവനായ ദൈവത്തിന്റെ മുഖത്തേക്ക് കാണുവാൻ നമുക്ക് ധൈര്യം ഉണ്ടാകട്ടെ. അങ്ങനെയുള്ള ഒരു ധൈര്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ ആ ധൈര്യം നമ്മെ ശാശ്വതമായ ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരും. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ജീവിത ക്ലേശങ്ങളിൽ, വ്യവഹാരങ്ങളിൽ, ബിസിനസ്സുകളിൽ, ജോലികളിൽ, കുടുംബ പ്രശ്നങ്ങളിൽ, ജോലിപരമായിട്ടുള്ള മറ്റേതെങ്കിലും വിഷയങ്ങളിൽ, കടഭാരങ്ങളിൽ, അനേക രോഗങ്ങളാൽ, മനോഭാരങ്ങളാൽ, ജീവിത പരാജയങ്ങളാൽ, കുടുംബജീവിത പരാജയങ്ങളാൽ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാൽ ഭാരപ്പെട്ട് ജീവന് ഭീഷണിയായി നിന്റെ ഹൃദയത്തിൽ എപ്പോഴും നിന്നെ നഷ്ടബോധത്തിലേക്ക് നയിക്കുന്ന ഒരാത്മാവ് നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുകയാണ്, നീ മാത്രമല്ല അനേകർ ഈ പാതകളിൽ കൂടെ കടന്നുപോയി. എന്നാൽ അവർ കർത്താവിനെ നോക്കി, കർത്താവ് അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. അവരുടെ വ്യവഹാരങ്ങളെ കർത്താവ് ഏറ്റെടുത്തു, അവരുടെ ജീവനെ വീണ്ടെടുത്തവർക്ക് ദാനമായി കൊടുത്തു. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ജീവനെ വീണ്ടെടുക്കുന്ന ഒരു ദൈവം നിങ്ങൾക്കായി നിങ്ങളുടെ സമീപം നിന്നുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ആ ദൈവത്തിന്റെ മുഖത്തെ കാണുവാൻ ദൈവം നിനക്ക് ഈ പ്രഭാതത്തിൽ ഭാഗ്യം തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.